ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ കേരളത്തിൽ വീണ്ടും ഒരു മഴക്കാലം കൂടി വന്നെത്തി. ചുട്ടുപൊള്ളുന്ന വേനലിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ ഈ മഴ സഹായിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു മൺസൂൺ ട്രിപ്പ് നടത്തിക്കളയാമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നൊന്നും ആലോചിച്ചില്ല. കേരളത്തിലെ ഗോഡ്സ് ഓൺ പ്ലേസ് ആയ മൂന്നാറിലേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. മൂന്നാറിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറച്ച് സ്പോട്സ് കാണുവാനാണ് ഇപ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചത്. മൂന്നാറിലെ കാത്തോലിക് ചർച്ചായ കാർമൽ ചർച്ച് ഇപ്പോൾ ബസിലിക്കയായി ഉയർത്തിയല്ലോ. ചർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുതിയതായി ആരംഭിച്ച കാർമൽ ടോപ്പ് എന്ന പേരുള്ള മനോഹരമായ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ അറേഞ്ച് ചെയ്തത്. മൂന്നാർ ടൗണിൽ തന്നെയായി ഒരു കുന്നിന്റെ മുകളിലായാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. മൂന്നാർ സിറ്റി വ്യൂ ഒക്കെ നന്നായി കിട്ടുന്ന ഒരു റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുള്ള ഒരു റൂമായിരുന്നു ഞങ്ങളുടേത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴികെ മറ്റ് ഫുഡൊന്നും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ റിസപ്ഷനോട് ചേർന്ന് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. സന്ദർശകർക്ക് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കൊടുക്കുവാൻ സഹായിക്കുന്നതാണ് ഈ ചാപ്പൽ. ഞങ്ങളിവിടെ കുറച്ചുനേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. സ്വന്തമായ കാറിൽ പോകാതെ മൂന്നാറിൽ ലഭ്യമായ ജീപ്പ് സഫാരിയാണ് ഞങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചത്. 2500 രൂപയായിരുന്നു ഈ സഫാരിക്ക് ചെലവായത്. പക്ഷേ അത് തികച്ചും വേർതിയായിരുന്നു. കാർ ഓടിക്കുന്ന അച്ഛയ്ക്കും മനസ്സമാധാനമായി സ്ഥലങ്ങൾ കാണുവാൻ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ ആദ്യം ഒരു കമാൻഡർ ജീപ്പ്. പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണിത്. പശുക്കൾ മേയുന്ന ഒരു കുന്ന്. അവിടെ ജീപ്പ് നിർത്തി പിക്ചറസ്ക് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. തേയിലത്തോട്ടത്തിലെ ചേച്ചിമാർ രാവിലെ തന്നെ അവരുടെ പണി ആരംഭിച്ചിരുന്നു. ഈ കാഴ്ചയും ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. പോകുന്ന വഴിയിൽ ഇഡലിയുടെ ഷേപ്പിലുള്ള വലിയ മൊട്ടക്കുന്നുകൾ പോലെ തോന്നിക്കുന്ന സാക്ഷാൽ ഇഡലി ഹിൽസ് ഞങ്ങൾ കണ്ടു. പിക്ചറസ്ക് ലൊക്കേഷനായ ഈ ഹിൽസിന്റെ മുന്നിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും എടുത്തു. മനസ്സിന് നല്ല സന്തോഷമായി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ കാണുവാൻ കിടക്കുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. മൂന്നാറിലെ കണ്ണൻദേവൻ ഹിൽസിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. നേച്ചർ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആർക്കും ഇഷ്ടപ്പെടും ഇവിടുത്തെ ഗ്രീനറി. വലിയ കുന്നോടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പച്ച സുന്ദരി തന്നെയാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ്. എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് സാധാരണ ആരെയും കടത്തിവിടുന്നതല്ല. പക്ഷേ ഞങ്ങൾക്ക് തേയിലക്കാടിനുള്ളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുവാൻ സാധിച്ചു. ചെറിയ ചാറ്റൽ മഴ കൊണ്ട് തോട്ടത്തിലെ തൊഴിലാളികളുടെ കരളലിയിക്കുന്ന അധ്വാനം കണ്ട് തേയില നുള്ളി ഈ യാത്ര ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. തേയിലത്തോട്ടത്തിലെ പണിയെടുക്കുന്ന ചേച്ചിമാർ അവരുടെ അധ്വാനഭാരം കുറയ്ക്കുവാനായിട്ട് ചെറിയൊരു കട്ടൻ ചായ കുടിക്കുന്ന കാഴ്ച കാണുവാനും ഞങ്ങൾക്ക് സാധിച്ചു.
പിന്നീട് ഞങ്ങളുടെ കമാൻഡർ വണ്ടി നേരെ പാഞ്ഞു നീങ്ങിയത് ഒരു വാട്ടർഫാളിനെ ലക്ഷ്യമാക്കിയാണ്. ഡെനിൽ എന്ന ഒരു യുവാവാണ് ഞങ്ങളുടെ ജീപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. മൂന്നാറിനെ കുറിച്ച് അയാൾ വാ തോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. കൈനഗിരി വാട്ടർഫോൾസ് അല്ലെങ്കിൽ വിരിപ്പാറ വാട്ടർഫോൾസ് മൂന്നാർ ടൗണിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം അകലെയായി കല്ലാർ നദിയിലാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലെ ഏറ്റവും നല്ല ഒരു ബാത്തിങ് സ്പോട്ടാണ് ഇവിടെ. മൺസൂൺ കാലമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യം. തമിഴ്നാട്ടിലും മറ്റ് നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ കൊടും ചൂടായതിനാൽ ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയവരിൽ ഭൂരിഭാഗവും നോൺ കേരളൈറ്റ്സ് ആണ്. ഒരു ഹാഫ് ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 20 രൂപ എൻട്രി ഫീസ് അവർ വാങ്ങിക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുടയും ചൂടി കൈനഗിരി വാട്ടർഫോൾസിന്റെ അരികെയായി സ്ഥാപിച്ചിട്ടുള്ള റോഡുകളിൽ പിടിച്ച് ശ്രദ്ധയോടെ ഞങ്ങൾ നടന്നു. പാറയിൽ അല്പം വഴുക്കലുണ്ടായിരുന്നു. വെള്ളം നല്ല ശക്തിയായി ഒഴുകുന്നുണ്ട്. എന്നിട്ടും ഈ മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുവാൻ നല്ല തിരക്കാണ്. കൂടുതലും യുവാക്കളും യുവതികളുമാണ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് ഞങ്ങൾ കണ്ടത്. അവിടെ നിന്നും ഞങ്ങൾ പോയത് ഒരു അഡ്വഞ്ചറസ് സ്പോട്ട് തന്നെയായ ടൈഗർ കേവ് കാണാനാണ്. മാങ്കുളത്ത് നിന്നും 5 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഒരു ത്രില്ലിംഗ് സ്പോട്ട് തന്നെയാണ്. ഒരു കാലത്ത് വൈൽഡ് ക്യാറ്റ്സുകളുടെയും കടുവയുടെയും എല്ലാം ആവാസ സ്ഥലമായിരുന്നു ഈ ടൈഗർ കേവ്. ആയതിനാലാണ് ഈ പേര് ലഭ്യമായത്. ഒരു ബാംബു ഫോറസ്റ്റും മെഡിസിനൽ പ്ലാന്റേഷനും ഒക്കെ നടന്നു കയറി വേണം ഈ കേവ്സിൽ എത്താൻ. ഈ ട്രെക്കിംഗ് ഒരു പുഴയുടെ സമീപത്തു കൂടിയാണ് പോകുന്നത്. ഒരു ചെറിയ ഹാങ്ങിങ് ബ്രിഡ്ജും ഈ ഫോറസ്റ്റിൽ ഉണ്ട്. ബേർഡ് വാച്ചിങ്ങിനും പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. ഈ കാട്ടിലൂടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഈ ട്രെക്ക് അവസാനിക്കുന്നത് ഒരു ഗുഹയിലാണ്. അല്പം സാഹസികത നിറഞ്ഞതായിരുന്നു ഈ ട്രെക്കിംഗ്. പാറകളിൽ തട്ടി വീഴാതെ വളരെ സൂക്ഷിച്ചു വേണം ഇതിൽ നടക്കാൻ. ശരിക്കും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ട്രെക്കിംഗ്.
ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ളതിനാൽ കേവിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് അധികം പ്രയാസമില്ലാതെ സാധിച്ചു. അച്ഛയും അമ്മയും ഈ ട്രെക്കിംഗ് നന്നായി എൻജോയ് ചെയ്തു. അവിടെ നിന്നും കയറിയപ്പോൾ മണി ഉച്ചയായി. പിന്നീട് ഭക്ഷണം കഴിച്ച് ചെറിയൊരു സ്പൈസ് ഷോപ്പിംഗും നടത്തി ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ഈ യാത്രയും ഒട്ടേറെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. സിസിൽസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.